കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ ഈ നല്ല കൂട്ടായ്മയിൽ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് നൽകിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ ഇത് ഒരു പ്രസംഗവും ഞാൻ സാധാരണ കഴിഞ്ഞ 2 ദിവസം ഇവിടെ പ്രസംഗിച്ചു, നിങ്ങൾ കേട്ടോണ്ട് പോയി. അപ്പോൾ ഇത് അത്തരത്തിലൊരു പ്രസംഗമല്ല, കാരണം നിങ്ങൾ കേട്ടോണ്ട് അങ്ങ് പൊക്കോണം എന്നൊരു നിർബന്ധവും ഇല്ല. മറിച്ച് നമ്മൾ ഒന്നിച്ച് ദൈവവചനം പഠിക്കുവാനുള്ള ഒരവസരമായിട്ട് ഈ ഒരു കൂട്ടായ്മയെ കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ മുൻകൂട്ടി ഓർപ്പിക്കുന്നു. നമ്മൾ എപ്പോഴും ഈ ദൈവവചനം ഇന്നുവരെ ആരും ഇത് പഠിച്ചു തീർന്നു എന്ന് അവകാശപ്പെടാൻ PhD എടുത്തവർ പോലും തയ്യാറായിട്ടില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒന്നും ഒരറ്റത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ള ബോധത്തോടെയാണ് ദൈവവചനത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഇതെല്ലാം പഠിച്ചു തീർന്ന് നിത്യതയിൽ എത്തണം എന്നുള്ള പിടിവാശിയും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഇല്ല, ദൈവത്തിനില്ല. കർത്താവ് നമ്മളോട് വളരെ ലളിതമായ ചില കാര്യങ്ങൾ, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആത്മാവിനെ അനുസരിച്ച് ജഡത്തെ മരിപ്പിച്ച് ജീവിക്കുക, മര്യാദയ്ക്ക് ജീവിച്ച് നിത്യതയിലോട്ട് പോവുക, ഇതിനപ്പുറത്തൊന്നും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതുപോലും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ ഇൻ്റർനെറ്റിൽ എഴുതിയിരിക്കുന്ന കണ്ടു, കേരളത്തിൽ ബീഫ് കഴിക്കരുത് എന്നൊരു നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചയ്ക്കകത്ത് ഒരു ക്രിസ്ത്യാനി എഴുതി, തോട്ടത്തിൽ നിന്നൊരു ആപ്പിള് തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ട് നമ്മൾ തിന്ന കക്ഷികളാണ്, പിന്നെ അതിൻ്റെ ബീഫ് തിന്നരുതെന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നാതിരിക്കുമോ എന്ന് ഒരു കക്ഷി എഴുതി. എന്ന പോലെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ഈ ദൈവം ശ്രമിച്ചിട്ടില്ല. അങ്ങനെ നമുക്കൊരിക്കലും വേദപുസ്തകത്തിൽ ദൈവത്തെ കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് 1-2 കാര്യം പറഞ്ഞേച്ച് ചിന്ത വിഷയത്തിലേക്ക് വരാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എവിടെയും പോയി പഠിച്ച് ഡിഗ്രി എടുത്ത യാതൊരു അറിവിൻ്റെയും ബലത്തിലല്ല ഇവിടെ നിൽക്കുന്നതും ബഹുമാന്യ ദേവദാസന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഞാൻ 2002 രക്ഷിക്കപ്പെട്ട കാലം മുതൽ ഒരുപാട് ചോദ്യങ്ങൾ വരുമായിരുന്നു. ആ ചോദ്യങ്ങൾ ചിലതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ എൻ്റെ ഉള്ളം എന്നോട് തന്നെ ചോദിച്ചു, ഒരബദ്ധം പറ്റി പോയോ എന്ന് ചോദിക്കേണ്ടുന്ന സാഹചര്യത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ പിന്നാലെ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ടപ്പോൾ പെട്ടെന്ന് ആകെപ്പാടൊരു ആശയക്കുഴപ്പമുണ്ടായി. കാരണം ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്നുള്ളത് ദൈവമക്കൾ വളരെ ആധികാരികമായി തിരിച്ചറിയണം. കാരണം ഞാൻ അതിനെ ബൈബിളിൽ നിന്ന് അടിസ്ഥാനമാക്കി തെളിവ് പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി വിഷയത്തിലോട്ട് വരാം. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതി. നമുക്കറിയാം, കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 2 കൊരിന്ത്യ ലേഖനം 11:2 പറഞ്ഞ വേദഭാഗം ഒന്ന് വായിച്ച് നോക്കിയേ. ഒന്ന് വായിച്ച് 2 കൊരിന്ത്യ ലേഖനം 11:2. ശരിയാണ്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നമ്മെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണെന്ന് പുതിയ നിയമസഭയാകുന്ന മണവാട്ടിയാകുന്ന കൊരിന്ത് സഭയിലെ വിശുദ്ധന്മാരോട് പൗലോസ്ലീഹ പറയുകയാണ്. ക്ലിയർ ആണ്. എന്നാൽ അടുത്ത വാക്ക് അദ്ദേഹത്തിനൊരു പേടി. എന്താണ്? കണ്ടോ? അപ്പൊ പൗലോസിനൊരു ഭയം. എന്താണ് ആ ഭയം? നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് കാര്യമെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്, എങ്കിലും സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചത് പോലെ എന്ന വാക്ക് വന്നാൽ നമുക്കറിയാം എന്താണ്, ഉപമിച്ച് പറഞ്ഞിരിക്കുക അല്ലേ? പണ്ട് മലയാള ടീച്ചർ അങ്ങനെ പഠിപ്പിക്കും, ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാം അത് എന്നല്ലേ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ഉപമിച്ച് പറഞ്ഞിരിക്കുക, നിങ്ങളെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചത് പോലെ എന്നാ അവിടെ കോട്ട് ചെയ്തത്. അപ്പൊ ഈ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചത് എവിടുത്തെ കാര്യമാണ്? ഏദനിൽ നടന്ന, ഉൽപ്പത്തിയിൽ ഏദനിൽ നടന്ന കാര്യമാണ് അല്ലെ? ഉൽപ്പത്തിയിൽ ഏദനിൽ നടന്ന കാര്യം എടുത്ത് പുതിയ നിയമസഭയോട് പറയേണ്ട കാര്യം എന്താ? അപ്പം അന്ന് ഉൽപ്പത്തിയിലെ ആ ദൈവത്തോട് ഡയറക്റ്റ് കൂട്ടായ്മയിൽ ആയിരുന്ന തൻ്റെ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ അന്ന് ഉൽപ്പത്തിയിലെ തോട്ടത്തിൽ പ്രയോഗിച്ച ഉപായം എന്താണോ
അതേ ഉപായമായിരിക്കും പുതിയ നിയമസഭയാകുന്ന നിങ്ങളോടും അവൻ പ്രയോഗിക്കുക എന്നാണ് അർത്ഥം. വേറെ വ്യാഖ്യാനത്തിന്റെ ആവശ്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണ് ആ ഉപായം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ പലപ്പോഴും ഈ ദുരുപദേശകരെ കുറിച്ച് വിമർശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിൽ എൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ സൂത്രങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിലല്ലേ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാത്യു പാസ്റ്റർ പറയുകയാണ്, ഞാൻ പേരറിയാവുന്നവരെ മാത്രമേ എപ്പോഴും ഉദാഹരണത്തിന് എടുക്കൂ, അതുകൊണ്ട് അത് അവരോടുള്ള ദൂതാണെന്നൊന്നും ആരും പറഞ്ഞു കളയരുത്. അപ്പോൾ മാത്യു പാസ്റ്റർ പറയുകയാണ്, മോനെ വിളിച്ചിട്ട് പറയാണ്, മോനെ വേണ്ട നമ്മുടെ അപ്പുറത്തെ ആ പമ്പിൽ, പെട്രോൾ പമ്പിൽ ഒരു സംഭവം നടക്കുന്നു. എന്താ, അവിടെ പെട്രോൾ അടിക്കാൻ വരുന്നവരുടെ ആ കാറിൻ്റെ ഗ്ലാസ്സിൽ ഒരാളിങ്ങനെ തട്ടുമ്പോൾ ഗ്ലാസ് തുറന്ന് എന്താണെന്ന് ചോദിക്കുന്ന ഉടനെ അവൻ കത്തിയെടുത്ത് നെഞ്ചത്തോട്ട് കുത്തിയേച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പണവും പേഴ്സും കാർഡും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഇങ്ങനെ നടക്കുക. പൊന്നുകുഞ്ഞെ, നീ ആര് മുട്ടിയാലും ഗ്ലാസ് എന്ത് ചെയ്യരുത്, തുറക്കരുത് എന്ന് അവന് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞ ഒരു അറിവ് മോന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇവൻ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ ഒരാൾ വന്ന് മുട്ടി, അപ്പോഴേ പറയാ, നീ മുട്ടണ്ടാ, ഇത് അപ്പനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അല്ലേ, ഇവിടെയൊക്കെ പണി ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ തന്ത്രങ്ങൾ എന്താണെന്ന്, പിശാചിന്റെ ഉപായങ്ങളും തന്ത്രങ്ങളും എന്താണെന്ന് ദൈവമക്കൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാ ദൈവം. അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? ദാറ്റ് മീൻസ് വിശ്വാസത്തിൽ അല്ലാത്തവരാരും സാധ്യതയില്ലെന്നാണ് എൻ്റെ ചിന്ത. ഇല്ല. അപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ചില ഉപായങ്ങൾ തന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നിപ്പം പലരും ഉപായത്താലാണ്, തന്ത്രങ്ങൾ കാണിച്ചാണ് ദൈവമക്കളെ പറ്റിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, സൗഖ്യത്തിൻ്റെ പേരിൽ ഇത് നടക്കുന്ന തട്ടിപ്പുകളുണ്ട്. ഡിഗ്രി ഉള്ളവർക്ക് പോലും ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് അത്ഭുതം. വാസ്തവത്തിൽ ഒരു വലിയ കൂട്ടം ജനത്തെ പറ്റിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇവിടുന്നില്ല അല്ലേ, ഇത്രയും ഡിഗ്രി ഉള്ള മനുഷ്യരെ സിമ്പിളായിട്ട് പറ്റിക്കാൻ കഴിയുന്നതാണ് വലിയ അത്ഭുതം. അതെന്താന്ന് വെച്ചാൽ, വാക്കരം കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ, കുത്തിപ്പിടിച്ച് നടന്നു വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നു, നീ ഇനി വാക്കറിലല്ല, നീ ഇനി നടക്കാൻ പോവാ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞൊരു അന്തരീക്ഷമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വാക്കർ എടുത്തങ്ങ് മാറ്റുന്നു. എന്നിട്ട് കൈ പിടിച്ചിട്ട് എഴുന്നേക്കടാ മോനെ, എഴുന്നേക്കടാന്നും പറഞ്ഞ് പോക്കി എഴുന്നേറ്റ് ആ കരം അടിച്ചൊന്ന് സ്തുതിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന എല്ലാം കൂടെ എന്ത് ചെയ്യും, കൈ അടിച്ചെന്ന് സ്തുതിക്കും. അത്രയും ജനത്തെ പൊട്ടനാക്കി. വാസ്തവത്തിൽ ആ സൗഖ്യം നമ്മൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കതിലെ തന്ത്രം മനസ്സിലാകും. വാക്കറിന്റെ ഉപയോഗം എന്തായിരുന്നു, പിടിച്ച് നടക്കാൻ സഹായിക്കുന്ന സാധനമായിരുന്നു അല്ലേ. അതെടുത്തങ്ങ് കളഞ്ഞു. എന്നിട്ടോ ഒരു സംഘാടകൻ ഇടത്തെ കയ്യിലും മറ്റേ സംഘാടകൻ വലത്തെ കയ്യിലും. ഇത് തന്നെയല്ലേ വാക്കറും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ വാക്കർ മാറി എന്തായി, സംഘാടകനായി. അവിടെ ഒരു സൗഖ്യവും നടന്നിട്ടില്ല. അപ്പൊ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നത് വ്യാജമാണോ? അല്ല. നമ്മുടെ കർത്താവ് സൗഖ്യമാക്കിയത് റിയൽ ആയിരിക്കും, പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കത്തില്ല, അത് പൂർണ്ണ സൗഖ്യമായിരിക്കും. അങ്ങനെ നമ്മുടെ കർത്താവ് അന്നും ഇന്നും എന്നും സൗഖ്യമാകും. അതിലാർക്കും തർക്കവും വാദമൊന്നും ഇല്ല. പക്ഷേ ഇന്ന് വ്യാജമായ, തെസ്സലോനിക്ക ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പൗലോസിന്റെ ഭാഷയിൽ അവിടെ എഴുതിയിരിക്കുന്നത്, നശിച്ചു പോകുന്നവർക്ക് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ സകല വ്യാപാര ശക്തിയോടും ഒത്തവണ്ണം സകല വ്യാജമായ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ. അപ്പൊ ഇതും സംഗതി വരണം രംഗത്ത്. വ്യാജമായ അത്ഭുതവും സൗഖ്യവും രംഗത്ത് വരണം. കാരണം അവന്റെ വ്യാപാരം, അധർമ്മമൂർത്തിയുടെ വ്യാപാരം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു തുടങ്ങി തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ അത് പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഈ പോയിന്റിലേക്ക് വരുന്നത്. എന്നിട്ട് ചിലർ ചോദിക്കും, ഭാഷ എന്നിട്ട് എന്താ ഈ ജനത്തിന് ഇത് മനസ്സിലാകാത്തത്, നമ്മളിത് പറഞ്ഞിട്ട് ഇത് ആരും അങ്ങോട്ട് എന്താ ഉൾക്കൊള്ളാത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ താഴെ അതിന്റെ മറുപടി എഴുതിയിട്ടുണ്ട്. തൊട്ട് താഴെ ഉണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ ആത്മാവിനെ. അപ്പൊ ഇതാണ് ശരി എന്ന് അവർ വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്തിരിക്കുക, അനുവദിച്ചു കൊടുത്തിരിക്കുക. കാരണം എന്തിനാ, ന്യായവിധി വരേണ്ടതിന്. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. അപ്പൊ ഈ ചതിവ്, ഇത്തരത്തിലുള്ള ഉപായങ്ങൾ, തന്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രസംഗിച്ച പറഞ്ഞു, പലരെയും കണ്ണാടി ഊരി കളയുന്നു,
എന്നിട്ട് സ്റ്റേജിൽ വെച്ച് ഇത് എത്ര 2, 3, 4 കൈ അടിച്ച് തുതിച്ച് എല്ലാവരും അടിച്ച് തുതിക്കുന്നു. പിറ്റേന്ന് അവൻ വേറെ കണ്ണാടി മേടിക്കുന്നു. അപ്പോൾ അത് വ്യാജമായ സൗഖ്യമാണ്. അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നാട്ടിൽ പേര് വിളിക്കുന്ന പരിപാടികളുണ്ട്. പേര് വിളിക്കുന്ന പരിപാടി. ഇപ്പം ഞാനിവിടെ വന്നു, എൻ്റെ കൂടെ എനിക്ക് ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു 3 പേര് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒട്ടും അറിയത്തുമില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടായിരിക്കുന്ന 3 സുഹൃത്തുക്കൾ ഇവിടെ വന്നു. ഇവർ 3 പേരും നിങ്ങളുടെ അടുക്കൽ ഇരിപ്പുണ്ട്. അതാരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഏതോ ഒരാൾ എൻ്റെ ഫ്രണ്ടാണ്. 3 പേരുണ്ട്. ഇവർ 3 പേരും ഇവിടെ വന്നിരുന്നു. സ്റ്റേജിൽ പാട്ട് നടക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുമായി പരിചയപ്പെട്ടു. മാമ എവിടെയാണ് താമസിക്കുന്നത്? എന്നാ ജോലി? ഇന്നാ ജോലി. അച്ഛാ എവിടെ താമസിക്കുന്നത്? അത് സ്വാഭാവികമാണ്, നാച്ചുറൽ, സംഭവിക്കാവുന്നൊരു കാര്യമാണ്. ഇവർ 3 പേരും തൊട്ടടുത്തിരുന്ന 3 പേര് എന്ത് ചെയ്തു? 1, 1, 1 എന്ന് വെച്ച് ഇടത്തും വലത്തും ഇരുന്നവരെ വെച്ചാണെങ്കിൽ 2 പേരെ ആണെങ്കിൽ 6 പേര്, ഒരാളെ വെച്ചാണെങ്കിൽ 3 പേര് അല്ലേ? ഒരാളെ ലെഫ്റ്റും റൈറ്റും ഇരുന്നവരെ പരിചയപ്പെട്ട 2, 2, 2, 2, 6. ഇനി ഒരാളെ ഉള്ളെങ്കിൽ 1, 1, 1, 3 പേരെ പരിചയപ്പെട്ടു. ഇപ്പം ഇതൊന്നും ആയിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ പുൾപിറ്റിലിരിക്കുക, ബൈബിളും മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആരാധനയുടെ സമയമായപ്പോൾ എൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഒന്ന് മൂളി. വൈബ്രേഷനാണ്. ഒന്ന് മൂളി. മെസ്സേജ് വന്നതാണ്, ടെക്സ്റ്റ് വന്നതാണ്. അപ്പം ഞാൻ ടെക്സ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇവർ 3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളിൻ്റെ പേര് കറിയാച്ചൻ, ഇലക്ട്രിക് കട, പിന്നെ ഇവിടെ ഷുഗർലാൻഡ്. അപ്പോൾ ഇതൊന്നും ആരും അറിയുന്നില്ല. അപ്പൊ പ്രസംഗത്തിന്റെ ഒരു വല്ലാത്ത സ്റ്റേജിലെത്തി നിൽക്കും. അച്ഛാ ഇത് നടുക്കച്ച പ്രസംഗത്തിന് ഇത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, എവിടെ വെച്ചു കുഴപ്പമില്ല. പ്രസംഗത്തിന്റെ ഒരു സ്റ്റേജിലെത്തി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ അങ്ങോട്ട് നിന്ന് വിളിക്കുകയാണ്, കറിയാച്ചൻ എന്നൊരു പേരെന്നെ കാണിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാം വണ്ടറടിച്ചു. ബിക്കോസ് കൊല്ലത്തുനിന്ന് വന്ന ഷമീർ ഹൂസ്റ്റണിലുള്ള കറിയാച്ചന്റെ പേര് വിളിക്കും. നമുക്ക് ആവശ്യം നമുക്കില്ല. അപ്പോ നിങ്ങൾ ഞെട്ടി അല്ലേ ജീവിതത്തിൽ. അപ്പൊ ഈ കറിയാച്ചൻ അവിടെ ഇരുന്നുണ്ട്. ഞാൻ തന്നെ ആണോ ഇനി വേറെ കറിയാച്ചൻ്റെ ഉണ്ടോ നിങ്ങളെ നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അടുത്തത് ഇലക്ട്രിക്കിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന. അപ്പൊ കറിയാച്ചൻ ഇങ്ങനെ പറഞ്ഞ് മോങ്ങി ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ എല്ലാവരും കരമടിച്ച് ചോദിച്ച്. അപ്പം നിങ്ങൾ 3 പേര് വിളിച്ച് നിങ്ങൾ വണ്ടറടിച്ചു. പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് 10 പെണ്ണുങ്ങൾ അടുത്ത് വരും, ഞങ്ങളുടെ വീട്ടിലൊന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് സംഗതി. ഒന്നങ്ങനെ. 2, അമേരിക്കയിലെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കേരളത്തിലെ കാര്യം പറഞ്ഞു. 2, നാട്ടിൽ ഏത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉള്ള ഏത് ഫോണിലും കേരള സർക്കാരിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഇവിടെയും അത് അങ്ങനെ നെറ്റിൽ കിട്ടുമെന്നായിരിക്കും എൻ്റെ ചിന്ത. കിട്ടുമെന്നാണ് എൻ്റെ ചിന്ത. ഏതായാലും ഈ സോഫ്റ്റ്വെയർ എൻ്റെ മൊബൈലിലുണ്ട്. ഓക്കെ. ഞാൻ ഇതും വെച്ചിട്ട് പുൾപിറ്റിൽ ഇരിക്കുമ്പോൾ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കാറുകൾ, ഇന്നോവ കാറ് വന്നിറങ്ങി. ഇന്നോവയ്ക്ക് ഇവിടുത്തെ പേര് സിയന്ന കാറ് വന്നിറങ്ങി. ആ കാറ് വെച്ചിറങ്ങി. അപ്പോൾ നോക്കി നമ്മളെ കാറിൻ്റെ നമ്പറിലോട്ട് നോക്കുമ്പോൾ അറിയാം മഞ്ഞ നമ്പർ ആണെങ്കിൽ ഇത് ടൂറിസ്റ്റ് ആണ്. നാട്ടിലെ കാര്യം, ഇവിടുത്തെ അല്ല. മഞ്ഞയാണെങ്കിൽ ടൂറിസ്റ്റ് ആണ്, വെള്ളയാണെങ്കിൽ പ്രൈവറ്റ് ആണ്, ഓണേഴ്സാണ്. അപ്പോൾ ഇത് വെള്ള വണ്ടിയാണ്. ഒരു ഫാമിലി, നല്ല ഒരു അച്ചായനും അമ്മാമ്മയും 2 പിള്ളേരുമായിട്ട് ഇറങ്ങിയത് അവരുടെ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് എന്ന് സ്വാഭാവികമായും ബോധമുള്ളവന് മനസ്സിലായി. ഞാൻ ഉടനെ മൊബൈൽ എടുത്തിട്ട് ഈ സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ കാറിൻ്റെ നമ്പർ ഇതിനകത്തോട്ട് കുത്തി ടൈപ്പ് ചെയ്ത ഉടനെ ആ കാറിൻ്റെ ഓണറുടെ ഡീറ്റെയിൽസ് എനിക്ക് മൊബൈലിൽ കിട്ടി. നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പം ഞാൻ പ്രസംഗ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഇതങ്ങോട്ട് വിളിക്കുകയാണ്. ബി ബാബു എന്നങ്ങോട്ട് വിളിക്കുകയാണ്. ഉടനെ അവർ കൊണ്ടടിച്ചു. കൊല്ലത്തുനിന്ന് വന്ന ഷമീർ ഭാഷയാണ്. മീറ്റിംഗ് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരും, വീട്ടിലൊന്ന് വരണമെന്ന് പറയും, പോകുമ്പോൾ 1000 തരും, ഒക്കെങ്കിൽ വിസയും കൂടെ തരും. ആഴ്മിടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില തട്ടിപ്പുകളുണ്ട്. എന്നാൽ ഈ തട്ടിപ്പുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നല്ലതില്ലേ? നല്ലതുണ്ട്. അതിൽ നമുക്കാർക്കും വാദമില്ല. കാരണം ഞാനിവിടെ പറഞ്ഞു, കള്ളനോട്ട് സൂക്ഷിക്കുക, പിടിച്ചാൽ പോലീസിലേൽപ്പിക്കുമെന്ന് എല്ലാ ബാങ്കിലും നാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം നല്ല നോട്ടില്ലെന്നാണോ? ആ ബാങ്കിൽ എണ്ണി കൊടുക്കുന്നത് മൊത്തം കള്ളനോട്ടാണെന്നാണോ? അവിടെ ഉള്ളതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് കള്ളൻ ഉണ്ട്. അത് തിരിച്ചറിയണം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ പൗലോസ് പറയുന്ന വേദഭാഗം അവിടെ അർത്ഥമാക്കുന്നത് സർപ്പം ഔവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ എന്ന പദം ആരെയാണ്? പുതിയ നിയമ
സഭയാണ്. ആ പുതിയ നിയമസഭയും അതുപോലെ തന്നെ ഉപായത്താൽ ചതിക്കുമോ എന്നുള്ള പൗലോസിന്റെ ഭയം അത് തീരണമെങ്കിൽ, അങ്ങനെ ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഉൽപ്പത്തിയിൽ പ്രയോഗിച്ച ഉപായം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. എന്താണ് ഉൽപ്പത്തിയിൽ പ്രയോഗിച്ച ഉപായം? ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള ഉപായം ഇന്നും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇസ്ലാമികൾ പൊതുവെ നമ്മളോട്, ഞാൻ ആ സബ്ജക്റ്റ് വിട്ടൊന്നുമല്ല പോകുന്നത്, ഇസ്ലാമികൾ പൊതുവെ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളാണ് പൊതുവെ കൊണ്ടുവരുന്നത്. നമ്മളാകെ അപ്സെറ്റായി പോകും. ഇതേ തന്ത്രമാണ് യഹോവ സാക്ഷികൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പല കൾട്ട് ഗ്രൂപ്പുകളെല്ലാം ഇതേ തന്ത്രം ഉപയോഗിക്കും. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക. ഈ തന്ത്രം തന്നെയാണ് ഉൽപ്പത്തിയിൽ എന്ത് ചെയ്തത്? പ്രയോഗിച്ചത്. അതിന്റെ തെളിവ് ഞാൻ ക്ലിയർ ആക്കി തരാം. നോക്ക, അവിടെ ഓൾറെഡി അവിടെ പ്രയോഗിച്ച സർപ്പം പ്രയോഗിച്ച ഉപായം എന്താന്ന് നിങ്ങളോട് പറയാൻ പോവാ. അവിടെ പ്രയോഗിച്ച ഉപായം എന്തായിരുന്നു? ഓൾറെഡി ദൈവം അവരോട് അരുത് എന്ന് കൽപ്പിച്ചിട്ട് പോയ ഒരു സബ്ജക്റ്റ്. ഒന്നുകൂടെ പറയാം. ദൈവം ഓൾറെഡി അവരോട് ഇതെന്ത് ചെയ്യരുത്, കഴിക്കരുത് എന്ന് ഓൾറെഡി ദൈവം അവരോട് കൽപ്പിച്ചിട്ട് പോയ ഒരു സബ്ജക്റ്റ്. അതേ സബ്ജക്റ്റിന്റെ അറ്റത്ത് ഒരു ചൂണ്ടക്കൊളുത്ത് ഇട്ടുകൊണ്ട് വന്നു. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് വന്നു. എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക്? വാസ്തവമായി ഇത് കഴിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ അറ്റത്ത് എന്ത് വന്നു? ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. നോർമലി അവിടെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ കൊടുക്കാൻ ഒരു ആൻസർ ഉണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? യെസ്, കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ തീർക്കാം. ഉടനെ അവിടെ സംഭവിച്ച പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ക്വസ്റ്റ്യനായി. അപ്പൊ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഉടനെ തീർച്ചയായിട്ടും പറയാം കൽപ്പിച്ചിട്ടുണ്ട്. ഇനി പാമ്പൻ ചേട്ടന് വല്ല സംശയം ഉണ്ടെങ്കിൽ വെയിലാറുമ്പോൾ ആര് വരും? ഹോവയായ ദൈവം വരും. ഞങ്ങൾ ചോദിക്കട്ടെ, ഇനി അഥവാ ഇപ്പൊ ഇന്ന് നാളെ തൊട്ടം കാണാൻ കഴിക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ച് ഞങ്ങൾ ആ കാര്യം വേണ്ടുന്ന പോലെ തിന്നോളാം, കഴിച്ചോളാം. തൽക്കാലം ചേട്ടൻ എവിടുത്തെ കാര്യം നോക്കിയാൽ മതി? കാട്ടിലെ കാര്യം. കാരണം പാമ്പ് ഏത് ജന്തുവാ? കാട്ടു ജന്തു. പെണ്ണും ചെറുക്കനും എവിടാ? തോട്ടത്തിൽ. അപ്പൊ തോട്ടത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തോളാം? പരിഹരിച്ചോളാം. പാമ്പൻ ചേട്ടൻ തൽക്കാലം കാട്ടിലെ കാര്യം നോക്കിയാൽ മതി. തോട്ടത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കാട്ടിൽ കിടക്കുന്നവൻ വരണ്ട. അത് സഭയ്ക്കുള്ളൊരു ദൂതാണ്. മനസ്സിലായില്ല? സഭയ്ക്കകത്തൊരു വിഷയം ഉണ്ടായാൽ അത് തീർക്കാൻ ഗുണപ്പെടാത്തവനകത്ത് കയറരുത്. മനസ്സിലായോ? ദൈവവചനം അനുസരിച്ച്, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാത്ത ജഡീകന്മാര് വിഷയം പരിഹരിക്കാൻ അകത്ത് കയറുമ്പോൾ സഭ കലങ്ങും, സഭ രണ്ടാകും. ആരും കാര്യം ഇപ്പൊ എല്ലാ സഭയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? 2, 3, 4 ഒക്കെ ആയിക്കോ. കാരണം സമുദ്രത്തിൽ ഒരുപാട് മീന് ഉണ്ട്, പക്ഷെ പിടിക്കാൻ എന്തില്ല? ആള് ഇല്ല. എല്ലാവരും അക്വേറിയത്തിൽ നിന്ന് കോരാൻ നടക്കുക. മനസ്സിലായോ? സമുദ്രത്തിലെ മീൻ ഇഷ്ടം പോലെ ഉണ്ട്, സംഗതി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പിടിക്കാൻ വല്ലവനും കഷ്ടപ്പെട്ടു പോയി പിടിച്ചു കൊണ്ടുവന്ന് അക്വേറിയത്തായിട്ട് ഓക്സിജനും കൊടുത്ത് ഫുഡും കൊടുത്തിട്ടിരിക്കുന്നതിനകത്തുനിന്ന് വന്ന് വല കൊണ്ട് കോരി 5 എണ്ണത്തെ കൊണ്ടുപോയി വേറെ കൊണ്ടു തുടങ്ങുക. ഇനി അമേരിക്ക അങ്ങനെ അല്ലെങ്കിൽ പോട്ടെ, നാട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെ, അപ്പൊ അതാ ശരിയാ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ അങ്ങനെ സംഗതി ഈ സമുദ്രത്തില് ഇതുപോലെയാ. അപ്പൊ നോക്കേ, അവിടെ ഈ സംഗതി അവിടെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ് അവിടെ ബ്ലോക്ക് ചെയ്യേണ്ട വിഷയമാണ്. അതിന് പകരം അവിടെ സംഭവിച്ച അവ്വാമ്മച്ചിക്ക് സംഭവിച്ച ഒരു പരാജയം പറയാൻ പോവാ. മണവാട്ടിയുടെ നിഴലാണ്. കാരണം തോട്ടം എന്ന് പറയുന്നത് സഭയ്ക്ക് നിഴലാണ്. ഉത്തമഗീതം 4:12 പറയുന്നുണ്ട്, എന്റെ കാന്ത കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടം. സഭയ്ക്ക് നിഴലാണ് തോട്ടം. മണവാട്ടിക്ക് നിഴലാണ് ഹൗവ. അവിടെ സഭയ്ക്ക് ആക്കി വെച്ചിരിക്കുന്ന ഇടയന് നിഴലാണ് ആദാം. കാരണം തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. ഇടയന്മാർക്ക് 2 ചുമതലയുണ്ട്. വേല ചെയ്യണം, അല്ലേ? എന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും, ഇതെല്ലാം വേലകളും, അല്ലേ? അപ്പൊ വേല ചെയ്യണം, 2 തോട്ടം കാക്കണം, അല്ലെ? അപ്പൊ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇതൊന്നും പറയാതെ അമ്മച്ചിക്ക് പറ്റിയ പരാജയം എന്ന് ചോദിച്ചാൽ, ഇത് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് ചേട്ടൻ കാട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവനെ ബ്ലോക്ക് ചെയ്യേണ്ടതിന് പകരം ഒരല്പസമയം ഈ അമ്മച്ചിയുടെ ചെവി ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നവന്റെ വ്യാഖ്യാനം കേൾക്കാൻ അമ്മച്ചി ഇച്ചിരി നേരം ഇരുന്നു. നമുക്കെല്ലാം പറ്റുന്ന പരാജയം അവിടെ. ആഴ്ച ഉറക്കപ്പിച്ചും കൊണ്ടുവരുന്നവന്റെ എല്ലാം വ്യാഖ്യാനം കേൾക്കാൻ നമ്മൾ മെനക്കെട്ട് അംഗീകരിക്കും. കേട്ടോണം.
ഈ വ്യാഖ്യാനം അങ്ങോട്ട് കേൾക്കാൻ അമ്മച്ചി ഇരുന്ന് കൊടുത്തപ്പം അവൻ അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. എങ്ങനെ? ഓ, നിങ്ങൾ ആരും കൂടി ഇരിക്കേണ്ടവരല്ല. ഓ, നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പോവുക. നിങ്ങൾ ദൈവത്തെ പോലെ ആകാൻ പോകും. ഓ, ദൈവം അങ്ങോട്ട് വിട്ടു. ഇങ്ങനെയൊക്കെയല്ലേ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാണിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവന്റെ വ്യാഖ്യാനം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇവന്റെ വ്യാഖ്യാനം കൊണ്ട് നിങ്ങൾ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലാവോ, മാനിക്കാൻ പോവോ, പുട്ടുതലോ, ഭയങ്കര സംഭവം എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് വലിച്ചു വാരി തിന്നു. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതേ ഉപായമാണ് ഇവൻ ഇന്നും സഭയ്ക്കകത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെളിയിക്കാം, ശ്രദ്ധിക്കണം. എന്താ ഉപായം? ദൈവം ഓൾറെഡി പുസ്തകത്തിൽ അരുത് എന്ന് പറഞ്ഞു തന്നിട്ടുള്ള വിഷയത്തിന്റെ അറ്റത്ത് ഇവൻ എന്തിട്ടുകൊണ്ട് വരും? ചൂണ്ട കൊടുത്തിട്ടുകൊണ്ട് വരും. ഉദാഹരണം, ഈ തിരുമേശ കഴിക്കണമെങ്കിൽ സ്നാനപ്പെട്ട് തീരൂ എന്ന് ബൈബിളിൽ ഉണ്ടോ? അല്ല ഉണ്ടോ? അല്ല ഉണ്ടോ? അപ്പൊ ആശയക്കുഴപ്പായി. ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആശയക്കുഴപ്പായി. ഞാൻ എൻ്റെ മറുപടി കൂടെ പറയാം പിന്നാലെ. ഉണ്ടോ? അപ്പൊ ആശയക്കുഴപ്പായി. രണ്ട്, ഉപവാസം എടുത്ത് ഒക്കൂ എന്ന് ബൈബിളിൽ ഉണ്ടോ? അല്ല ഉണ്ടോ? അല്ല ഉണ്ടോ? ആശയക്കുഴപ്പായി. മൂടുപടം ഇട്ടേ ഒക്കൂ എന്ന് ബൈബിളിൽ ഉണ്ടോ? അല്ല ഉണ്ടോ? അല്ല ഉണ്ടോ? അപ്പൊ ആശയക്കുഴപ്പായി. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഈ പൈശാചിക ഏജന്റുമാര് രംഗത്ത് വന്നപ്പോൾ നമ്മൾ പറയേണ്ടിയ മറുപടി ഉണ്ട്. ഇനി അറിവില്ലെങ്കിൽ വെയിലാറുമ്പോൾ ആര് വരുമെന്നാ പറഞ്ഞേ? യഹോവ വരും എന്നതുപോലെ നമുക്ക് പറയാൻ കഴിയണം. ഇനി ബൈബിളിലും ഉണ്ട്. ഇനി അല്ല, ഞങ്ങൾ അത്രയും പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആരുണ്ട്? ഇടയനുണ്ട്. ഞങ്ങൾ ഞായറാഴ്ച എവിടെ പോകുന്നുണ്ട്? ആരാധനയ്ക്ക് പോകുന്നു. പോരാത്തതിന് ഞങ്ങൾക്ക് എന്തുണ്ട്? ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഇല്ലെങ്കിൽ പാസ്റ്റർ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഇനി അദ്ദേഹത്തിനും കഴിഞ്ഞില്ലെങ്കിൽ തിരുവചനം പഠിച്ച് ഞങ്ങൾക്ക് മുന്നേ വചന പഠനവുമായി നിൽക്കുന്ന പിതാക്കന്മാർ ഞങ്ങൾക്കുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളൊന്ന് പഠിച്ചിട്ട് അത് ഞങ്ങൾ കഴിക്കണോ, ഉപവസിക്കണോ, തുണി ഇടണോ വേണ്ടോ, ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തോളാം, തീരുമാനിച്ചോളാം എന്ന് പറയേണ്ടതിന് പകരം ഇവന്റെ വ്യാഖ്യാനം കേൾക്കാൻ TV തുറന്നു വെച്ചങ്ങ് ഇരിക്കും. ഇത് ഇത്രയും കേട്ട് കഴിയുമ്പോൾ പിന്നെ ബൈബിള് വേണ്ട. പിന്നെ ഇവൻ പഠിപ്പിച്ചതാണ് വേദപാഠം. നിങ്ങളാരും മിണ്ടുന്നില്ല. അപ്പോ ഇതേ ഉപായമാണ് അവൻ ഇന്നും പ്രയോഗിക്കുന്നത്. ആ ആളൊന്ന് മാറി എന്നുള്ളതേ ഉള്ളൂ. അന്ന് പാമ്പ്, ഇന്ന് സജിത്ത് അല്ലേ? അന്ന് പാമ്പ്, ഇന്ന് ജോൺ ലോറൻസ്. അന്ന് പാമ്പ്, ഇന്ന് ജെയിംസ് ബേമൻ. അന്ന് പാമ്പ്, ഇന്ന് വിനോയ് ആറമ്പിൾ. അന്ന് പാമ്പ്, ഇന്ന് വിനി സ്റ്റീഫൻ. അന്ന് പാമ്പ്, ഇന്ന് വിജി അഞ്ജല്. ഇങ്ങനെയാണ് പാമ്പ് കുഞ്ഞുങ്ങൾ ഇപ്പോഴും സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. പിണങ്ങല്ലേ? പിണങ്ങാ എനിക്കന്നെ, ഞാൻ നാളെ പോകും. സ്വതന്ത്രം. അപ്പൊ അതുകൊണ്ട് ഇത്യാദി വചനവിരുദ്ധമായ പഠിപ്പിക്കലുകൾ കൊണ്ട് ഉപായത്ത മണവാട്ടിയെ തെറ്റിക്കാൻ നടക്കുന്ന ഈ പൈശാചിക തന്ത്രം ദൈവമക്കൾ ഒന്നാമത് തിരിച്ചറിയണം. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് ശരിയാണ് എന്ന് പറയുന്നതിന് മുൻപ് വേദപുസ്തകം അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് പറ്റുന്ന പരാജയം അവിടെയാണ്. നമുക്കതിന് സമയമില്ല. എന്തിനാ ഞാൻ ഇത്രയും പറഞ്ഞത്? ഇതുപോലെ എൻ്റെ മുന്നിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ വന്നു വീണപ്പോൾ എനിക്കറിയാവുന്ന പാസ്റ്റർമാരോട് ഞാൻ ചോദിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിച്ചൊരു ചോദ്യം, യേശു ദൈവമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നു. ഞാൻ പറഞ്ഞു ദൈവമാണ്. ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പാണ്. നല്ല ദൈവം. ഞാൻ ചോദിച്ചു എന്താ? ക്രൂശിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ദൈവം വിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ. അപ്പം ദൈവം ദൈവത്തോട് വിളിക്കുന്നു. ഇതെന്ത് ദൈവോട്? ദൈവം ദൈവത്തോട് വിളിക്കണം. ഇത് കേട്ട് ഞാനും ഒന്ന് പകച്ചു. ശരിയാ, ദൈവം ദൈവത്തോട് രക്ഷിക്കണം എന്ന് വിളിക്കുന്നു. ഇനി അതും പോരാഞ്ഞിട്ട് മാനവജാതിക്ക് വേണ്ടി തൻ്റെ പ്രാണനെ കൊടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആള് പിന്നെന്തിനാ രക്ഷിക്കണമെന്ന് പറയുന്നത്?
അപ്പൊ ഇത് എനിക്കറിയാവുന്ന പാസ്റ്റേഴ്സിനോട് ഞാനൊന്ന് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ ഈ പിശാചിന്റെ വ്യാപാരങ്ങളാണ്, നമ്മൾ അതൊന്നും ചെവി കൊടുക്കുക. ഇതാ ഈ രക്ഷപ്പെടാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു വകുപ്പാണ്. കാരണം ഇവർക്ക് പലർക്കും ഈ സഞ്ചിയുടെ കണക്കല്ലാതെ വേറെ ഒന്നും എല്ലാവർക്കും അല്ല, പലർക്കും കാര്യം എല്ലാവരും ദൈവം വിളിച്ച് പാസ്റ്ററായവരും ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഇങ്ങനെ ചുമ്മാ ഇരുന്നിരുന്നിരുന്ന് അങ്ങ് പാസ്റ്ററായതാണ് പലരും, എല്ലാവരും അല്ല. അപ്പൊ ദൈവം വിളിച്ചവര് ആ വിഷയവുമായി കൂടുതൽ പഠിക്കും, ബന്ധപ്പെടും, ദൈവത്തോട് ആലോചന ചോദിക്കും. കാരണം ബൈബിൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോമിസ് ആണ്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിന്റെ എല്ലാം സ്പെയർ പാർട്സ് അതിന്റെ കമ്പനിയിൽ ഉണ്ട്. അപ്പൊ ഒരു കാറിന്റെ ഒരു പാർട്സ് അങ്ങ് അടിച്ചു പോയി, കമ്പനി അതും കൊണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ അവിടെ വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെന്ന സാധനം കിട്ടുകയും ചെയ്യും. അങ്ങോട്ട് പോകാൻ നമുക്കൊട്ട് വയ്യ, കമ്പനി ഇവിടെ കൊണ്ട് തരണം, നടക്കുമോ? തമ്പുരാൻ പറഞ്ഞു തരാൻ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ഈ പുസ്തകമായിട്ട് ഇച്ചിരി സമയം മാറിയിരിക്കാൻ എന്തില്ല, പിന്നെ ഉള്ള സമയം എന്ത് ചെയ്യും? പ്രവാചകന്മാരെ തപ്പി ഒരു വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയും. വീട്ടിൽ വന്ന് കയറും, വീട്ടിൽ വന്ന് കയറിയിട്ട് ഈ അമ്മാമ്മമാരോട് കണ്ണും പൂട്ടി ഒരൊറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി, മാമേ ഒരാളുടെ കണ്ണുനീര് കൊണ്ടാണ് ഈ വീട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അച്ഛൻ ഇങ്ങനൊന്നും നടന്ന ഒക്കുകയല്ല, ഇച്ചിരുടെ കീഴടക്കി ഇച്ചിരുടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചൊക്കെ എഴുന്നേക്കാൻ പറയണം. ഇത്ര ഇട്ട് കൊടുത്താൽ മതി, പെണ്ണല്ലേ ഐറ്റം. പിന്നെ അങ്ങ് തുടങ്ങും, എൻ്റെ പൊന്നു പാത്രേ ഈ മനുഷ്യനോട് പറഞ്ഞ് ഞാൻ തോറ്റ്, എന്തോ ചെയ്യാനോ ഉപവസിക്കത്തില്ല, സഭായോഗത്തിന് വരത്തില്ല, ഇങ്ങേരെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞ് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കും. ആരും കൈപൊക്കല്ലേ സ്വതന്ത്രം. അപ്പോ ഇത് മേടിച്ച് ചില്ലറ മേടിച്ചിട്ട് നേരെ അച്ചാച്ചൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് പറയും? ചാ അമ്മാമ്മ ഇച്ചൂടൊക്കെ കീഴടങ്ങാനുണ്ട് കേട്ടോ, തിരിച്ച് അച്ചായനോട്. അപ്പൊ അച്ചായനും കൊടുക്കുന്ന മേടിച്ചുകൊണ്ട് ആള് സ്ഥലം വിട്ട് കഴിയുമ്പോൾ കുടുംബത്തിൽ എന്തായി? അടിയ അടി മൂക്കുമ്പോൾ അമ്മാമ്മ പറയും, ദൈവാത്മാ വന്നേ ഇടപെട്ടതാ, നിങ്ങൾ താഴ്ന്നിരിക്കണം. അച്ചായൻ പറയും, എന്നോട് ഇടപെട്ടതാടി, നീ കീഴടങ്ങിയിരിക്കണം. പിന്നെ അടിയായി മിണ്ടുന്നില്ല. ഇവിടെ പ്രവാചകന്മാരെ കുറിച്ച് മാത്രം മിണ്ടരുതെന്ന് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ, വേറെ എന്തു വേണോലും പറഞ്ഞു പ്രവാചകന്മാരെ കുറിച്ച് മാത്രം മിണ്ടരുത്. കാര്യം ഈ ചക്കും ചുക്കും എല്ലാം പറയുന്നവരെ പ്രവാചകനാണെന്ന് പഠിച്ചു വെച്ചേക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, ശരി പഠിക്കുന്നതിനേക്കാൾ അധികം തെറ്റ് ആഴത്തിൽ പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് അത് തിരുത്താൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. കാരണം കത്തോലിക്കരെ നമ്മൾ പഠിക്കുക, തീരദേശത്ത് ഈ കടപ്പുറത്തൊക്കെ ഉള്ള കത്തോലിക്കര്, എനിക്ക് അനുഭവമാണ് ഞാൻ പറയാം. കടപ്പുറത്തെയൊക്കെ കത്തോലിക്കരോട് ചെന്നിട്ട് നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, ഞങ്ങൾ ജനിച്ചു വളർന്നത് ക്രിസ്ത്യാനിയായിട്ട്, ഇന്നലത്തെ മഴയെ കുരുത്ത നീ ഞങ്ങളോട് സുവിശേഷം പറയാമെന്നും പറഞ്ഞു വന്നിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം കട്ടിക്കും. ഞങ്ങളുടെ പാരമ്പര്യം അറിയാം, ഞങ്ങളുടെ അപ്പച്ചനാരെന്നറിയാം, ഞങ്ങളുടെ വല്യമ്മച്ചിയാർ, ഇതെല്ലാം പറയും. അവസാനം നമ്മളൊന്ന് അങ്ങോട്ട് ചോദിച്ചാൽ, അച്ഛാ എന്നാ പിന്നെ ശരി, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ യേശുവിൻ്റെ പേരെന്താ? യേശുവിൻ്റെ പേരെന്താ? യേശുവിൻ്റെ പേര് യേശു. ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണേ? യേശു. അപ്പൊ യേശുവിൻ്റെ പേര് യേശു. അപ്പോൾ ഒരു സൺഡേ ക്ലാസ്സിലെ കുഞ്ഞു പോലും മനസ്സിലാക്കിയ യേശുവിന് ഒരു പേര് വിളിക്കണമെന്ന് പുസ്തകത്തിൽ ഉണ്ട്. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന്, പിന്നെ ഉണ്ട് യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്നൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയത്തില്ല അല്ലേ? അറിയാതെ ഞങ്ങൾ ജനിച്ചത്. അപ്പൊ ഈ തെറ്റ്, ഈ ആഴത്തിൽ തെറ്റ് പഠിച്ച് വെച്ചിരിക്കുമ്പോൾ ശരി പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന നമ്മുടെ നേരെ ചൂലെടുത്ത് അടിക്കാൻ നിൽക്കുന്നത് എന്താ? തെറ്റാണ് ഇവർ ആഴത്തിൽ പഠിച്ചു ചെയ്യുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് തിരുത്താൻ പറ്റത്തില്ല. അതിന് ഞാൻ നാട്ടുഭാഷയുടെ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ജനിച്ചു വളർന്നു, എൻ്റെ വീട്ടിൽ എനിക്ക് ബാപ്പയും ഉമ്മയും ഉണ്ട്. എനിക്കൊരു 25 വയസ്സായപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുകയാണെന്നിരിക്കട്ടെ, മോനെ ഞാൻ നിന്നോടൊരു സത്യം തുറന്നു പറയാൻ പോവാ. എന്താ? നീ വിഷമിക്കരുത്, ഞെട്ടരുത്. ഇല്ല, എന്താ പറ പെണ്ണെ പറ, ഈ മനുഷ്യൻ നിന്റെ അപ്പനല്ല, അപ്പുറത്തെ കറിയാച്ചനാണ് നിന്റെ അപ്പൻ എന്ന് ഈ അമ്മ പറഞ്ഞാൽ, സ്വാഭാവികമായും അമ്മ പറഞ്ഞാൽ അത് സത്യം തന്നെ, അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ഉടനെ നമ്മളെ ഈ 25 വയസ്സ് വരെ പപ്പ എന്ന് വിളിച്ച അപ്പനെ അങ്ങോട്ട് നോക്കട്ടെ, പോടും, എന്നിട്ട് നേരെ അപ്പുറത്ത് കറിയാച്ച പപ്പ എന്ന് പറഞ്ഞ് ഓടിയൊന്നും നമ്മള് പോകത്തില്ല, പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും വർഷം ആഴത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ഇത്രയും നാൾ വിളിച്ച വിളി ഒന്ന് മാറ്റി മറ്റേ ആളെ വിളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ അത് നടന്നേ പറ്റൂ, ബിക്കോസ് അത് റിയാലിറ്റി. കിട്ടുന്നുണ്ടോ? അപ്പൊ
അപ്പം നമ്മൾ തെറ്റ് പഠിച്ചു വയ്ക്കാതെ പരമാവധി ഇങ്ങനെയുള്ള ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നുവെന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം നമുക്ക് ആധാരം വചനമാണ്. ആമേൻ. അപ്പോൾ ഇത്യാദി ചോദ്യങ്ങൾ വന്നു. ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, വേദപുസ്തകം വായിക്കാനാണ്. കാരണം എനിക്ക് പാസ്റ്റേഴ്സിൽ നിന്നൊന്നും വ്യക്തമായ മറുപടി ലഭിച്ചില്ല. അപ്പം ഒരിക്കൽ ഒരു ഭാഷ എനിക്ക് പറഞ്ഞു തന്നു, മോനെ അത് പിതാവിനോടാണ് വിളിക്കുന്നത് പുത്രനാണ്. പക്ഷെ ഇതും പറഞ്ഞുകൊണ്ടില്ല, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ഉടനെ എന്ത് പറയും, അപ്പൊ അത് പിതാവ്, ഇത് പുത്രൻ. അപ്പൊ ദൈവം കല്യാണം കഴിച്ച് മക്കളും ഉണ്ടായോ എന്ന് ചോദിക്കും. അതോടെ നമ്മൾ പറയും അത് പാസ്റ്ററോട് ചോദിച്ചിട്ട് പറയാം. നമ്മൾ വേഗം നമ്മൾ അടുത്ത സ്ഥലം കാര്യമാക്കാം. അപ്പൊ നമുക്ക് അതിനപ്പുറത്തോട്ടുള്ള പഠനം പലപ്പോഴും കിട്ടാറില്ല. അപ്പം ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അവരുടെ ചോദ്യത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞു കയറിയതാണ്. അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് എന്താ ഒരു മറുപടി, ദൈവസന്നിധിയിൽ നമ്മൾ എന്താ ഒരു മറുപടി അവന് മനസ്സിലാകുന്ന ഭാഷയിൽ കൊടുക്കുക. ആമേൻ. ഇപ്പൊ നിങ്ങളോടൊരു മുസ്ലിം ഇത് ചോദിക്കുക, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു മറുപടി തന്നെ ആയിരിക്കും നിങ്ങൾ പറഞ്ഞ അത് പിതാവിനോട് വിളിച്ചതാരാ, പുത്രൻ. വേറെ എന്തെങ്കിലും മറുപടി, നമ്മൾ ചർച്ചയാണല്ലോ, വേറെ എന്തെങ്കിലും മറുപടി ആധികാരികമായി പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് നാളെ ഒരുത്തനോട് പറയാമല്ലോ. അതുകൊണ്ട് അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരെണ്ണം പറയാനുണ്ടോ നിങ്ങളുടെ അറിവിൽ? പക്ഷെ അപ്പോൾ യേശു ദൈവമാണോ? അതാണ് ചോദ്യം. ദൈവമാണ്. അപ്പൊ ദൈവമാകുമ്പോ ഈ വിളിച്ച ദൈവം ഏതാ? അപ്പൊ രണ്ട് ദൈവം ഉണ്ടോന്നായി ചോദ്യം. അത് ആത്മീയമായ മറുപടി. ഇവിടുത്തെ ചോദ്യം അതല്ല. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്നല്ലേ വിളിച്ചത്. അപ്പൊ വിളിക്കുന്ന ആളാരാ? ദൈവം. പുത്രൻ എന്ന് പറയുമ്പോഴും മറ്റേ ചോദ്യം വരിക, അതെങ്ങനെ കല്യാണം കഴിച്ചോ പുത്രനായോ എന്ന് ചോദിക്കുക. അപ്പൊ ഈ വിളിക്കുന്നത് ആരാ? ദൈവം. യേശു ദൈവം അല്ലേ? ദൈവം. അപ്പൊ ദൈവം വേറൊരു ദൈവത്തോട് വിളിക്കുക, ഇതാണ് അവന്റെ ചോദ്യം. നമുക്കിതിനെല്ലാം മറുപടി ഉണ്ട്, നമുക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടുമില്ല. പക്ഷെ നമ്മുടെ ചർച്ച ഇതാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പം ആ പറഞ്ഞത് ആത്മീയമായി ശരിയാ, ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ അത്രയും മതി. അപ്പോ എന്താ അതിന്റെ മറുപടി? ഇതിങ്ങനെ പഠിക്കുമ്പോൾ ദൈവസന്നിധിയിലിരുന്നപ്പോൾ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞ മറുപടി. അപ്പൊ ദൈവം ഇടപെട്ട കാര്യം ഞാൻ അവനോട് പറഞ്ഞു. അത് നിങ്ങൾക്ക് യോഗ്യം തോന്നുന്നെങ്കിൽ പറയാം, കാര്യം ദൈവം എന്നോടല്ലേ ഇടപെട്ടത്. അപ്പൊ ദൈവം ഞാൻ പറഞ്ഞു എനിക്കിതിന് മറുപടി കിട്ടണം, ഞാൻ എന്ത് പറയും? ദൈവം വേറൊരു ദൈവത്തോട് നിലവിളിച്ചോ എന്ന ചോദ്യത്തിന് ദൈവം വേറൊരു ദൈവത്തോട് നിലവിളിച്ചതല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആ വിളി? ഇതാണ് നമ്മുടെ ഒരു ചോദ്യം. ആ വിളിയുടെ അർത്ഥം രക്ഷിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പിന്നെ എന്തുകൊണ്ടാണ്? അവിടെയാണ് കർത്താവ് പറഞ്ഞത്, വേറെ പുസ്തകം എടുക്കാൻ പറഞ്ഞു, വാക്യം വായിക്കാൻ പറഞ്ഞു. ഏത്? ലൂക്കോസ് സുവിശേഷം 24:44. വായിച്ചു നോക്കിയേ, അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന്. പിന്നെ അവൻ അവരോട്, ഇതാവും നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. എന്താണ്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. മതി. അപ്പൊ ഈ കർത്താവ് ഈ ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്നാ കർത്താവ് പറയുന്നത്. എന്ത് വാക്ക്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും. അടുത്ത വാക്കാ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വാക്ക് എന്തുവാ? സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് പറയുന്നത് ആരാ? യേശു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളൊക്കെ എന്ത് ചെയ്യണം? നിവർത്തി വരണം. അപ്പം ഉത്തരം കിട്ടി. ഏത്? 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് മശിഹാപ്രവചനമായി എഴുതപ്പെട്ട സങ്കീർത്തനമാണ് എലി എലി ലമ്മാ ശബക്താനി. അർത്ഥാൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഇത് ആരെ കുറിച്ചുള്ളതാണെന്നാ പറഞ്ഞേ? മശിഹയെ കുറിച്ച്. മശിഹയെ കുറിച്ചുള്ള പ്രവചനം ആരിൽ നിവർത്തിയാകണം? മശിഹയിൽ തന്നെ നിവർത്തി വരണം. ആ നിവർത്തീകരണത്തിന്, ദാറ്റ് മീൻസ് പ്രവചന നിവർത്തിക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ആ സങ്കീർത്തന ഭാഗം ക്രൂശിൽ ഏറ്റു പറഞ്ഞു. എന്നിട്ടോ എങ്ങനെയാ പ്രാണനെ വിട്ടത്? സകലവും നിവർത്തിയായെന്ന് പറഞ്ഞാണ് പ്രാണനെ വിട്ടത്. അപ്പൊ ദൈവം രക്ഷപ്പെടാൻ വിളിച്ചതുമല്ല, ദൈവം വേറൊരു ദൈവത്തോട് വിളിച്ചതുമല്ല, അത് പ്രവചന നിവർത്തിയായിരുന്നു. ഇവിടെ കാര്യം ക്ലിയറായി. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തൊരു ചോദ്യം ഇവർ ചോദിച്ചുകൊണ്ട് വന്നു.
യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ. ചാകാൻ വേണ്ടി വന്ന ആള് പിന്നെ എന്തിനാണ് ഇതങ്ങ് നീങ്ങിപ്പോണെന്നൊക്കെ പറയുന്നത്, മോശമല്ലേ എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചിലര് പറയുന്നത് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കർത്താവിന് അതങ്ങ് സഹിക്കാൻ വയ്യാതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനൊന്നും പറഞ്ഞേക്കരുത്. കാരണം ഉൽപ്പത്തിയിൽ തുടങ്ങിയുള്ള അരുളപ്പാടാണ് യേശു ക്രിസ്തു വരണമെന്നുള്ളത്, അല്ലേ? ദൈവത്തിന്റെ പദ്ധതിയിലെ മുൻനിർണയ പ്രകാരം ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതി. അന്നേ മരിക്കാൻ പുസ്തക ചുരുളി എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഞാൻ വരണം ഇങ്ങനെ ചെയ്യണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ ക്രൂശ് മരണം ചിത്രം വരയ്ക്കുന്ന പോലെ എടുത്ത് എഴുതി വെച്ചിരിക്കുക, അല്ലേ? അപ്പൊ പിന്നെ ദൈവം അത് സമയത്ത് താങ്ങാൻ പറ്റിയില്ല യേശുക്രിസ്തു എന്നൊക്കെ പറയുന്നത് യോഗ്യമല്ല. മറിച്ച് അവിടുത്തെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നാണ് വാക്ക്. അത് പ്രസന്റ് ടെൻസ് ആണ്. ദാറ്റ് മീൻസ് തോട്ടത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ പാനപാത്രം. അപ്പൊ തോട്ടത്തിൽ എന്തുവാ നടന്നേ? തോട്ടത്തിൽ നടന്ന എന്താ? അവൻ അതിവ്യഥയിലായിട്ട് അവന്റെ രക്തത്തുള്ളികൾ വലിയ വിയർപ്പ് കണങ്ങളായി നിലത്ത് പതിച്ചു. രക്തത്തുള്ളികൾ വലിയ വിയർപ്പ് കണങ്ങളായി പുറത്തേക്ക് വരാൻ തുടങ്ങി. വേദപുസ്തകവും മെഡിക്കൽ സയൻസും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു തിയറി ഉണ്ട്. ജീവൻ ഹാർട്ടിലാണ്. പിന്നെ എവിടെ? രക്തത്തില്ല. രക്തം മുഴുവൻ വാർന്നു പോയ ഹാർട്ട് എത്ര മൈൽ സ്പീഡിൽ ഇടിച്ചാലും അത്, അല്ലേ? എന്നാൽ ഹാർട്ട് ഒരു നിമിഷം നിലച്ചാൽ പോലും എവിടെയെങ്കിലും ഒരു തുടിപ്പ്, ഒരു പൾസ് ബാക്കിയുണ്ടെങ്കിൽ അവനെ തിരിച്ചെത്തിയാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഹാർട്ട് എത്ര മൈൽ സ്പീഡിൽ നന്നായിട്ട് ഇടിച്ചുകൊണ്ടിരുന്നാലും ബ്ലഡ് വാർന്നാൽ മരിക്കും, അല്ലേ? യേശുക്രിസ്തു മരിച്ചത് ബ്ലഡ് വാർന്നാണോ ഹാർട്ട് അറ്റാക്ക് വന്നാണോ? ബ്ലഡ് വാർന്ന മരിച്ചു. അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കിയാണ് കർത്താവ് മരിച്ചത്. കർത്താവിനെ അടിച്ചു കൊന്നില്ല, എല്ലൊടിച്ചില്ല, കുത്തി കൊന്നില്ല. ഈ ഇടയ്ക്ക് ഒരു പ്രസംഗത്തിൽ ഒരുത്തൻ പറഞ്ഞു, നിന്റെ അസ്ഥി സൗഖ്യമാകാൻ യേശുവിൻ്റെ അസ്ഥി ഓടിഞ്ഞു, നിന്റെ സ്പൈനൽ കോഡ് സൗഖ്യമാക്കാൻ യേശുവിൻ്റെ സ്പൈനൽ കോഡ് ഓടിഞ്ഞെന്ന്. കൺവെൻഷൻ സ്വതന്ത്രം പോട്ടെ. പിന്നെ കണ്ട പദ്ധതി പറഞ്ഞെന്ന് പറഞ്ഞു, ഇനി വേന്തലാണ് പോട്ടെ. അപ്പോ അവിടെ യേശുക്രിസ്തുവിന്റെ രക്തം വിയർപ്പ് കണങ്ങളായി പുറത്തേക്ക് വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. അർത്ഥാൽ ഈ തോട്ടത്തിൽ രക്തം വാർന്നല്ല ഞാൻ മരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ തോട്ടത്തിൽ യേശുക്രിസ്തു രക്തം വാർന്ന് മരിച്ചാൽ ജയിക്കുന്നത് പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെ മരിക്കേണ്ടത്? ക്രൂശിലാണ്. ക്രൂശിലാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. ഇനി ഞാൻ തോട്ടത്തിൽ മരിക്കണമെന്ന് പിതാവിന് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനും ഞാൻ എതിരല്ല. കാരണം യേശു ക്രൂശിക്കപ്പെടരുതെന്നായിരുന്നു ആരുടെ ആവശ്യം? വളരെ വളരെ ഗൗരവമായൊരു ചിന്തയാണ്. ഞാൻ കഴിഞ്ഞ ഈ യാത്രയിൽ, ഈ അമേരിക്കൻ യാത്രയിൽ, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ തിരുമേശ സമയത്ത് ഒരു പാസ്റ്റർ ചെയ്ത മെസ്സേജിനകത്ത് അമേരിക്കയിലെ ഒരു നല്ല ഡിഗ്രിയുള്ള ഒരു പാസ്റ്റർ പറയുകയാണ്, പിശാച് അവൻ്റെ പുറത്ത് ചാട്ടവാർ കൊണ്ട് അടിച്ചു, പിശാച് അവൻ്റെ തലയിൽ മുൾമുടി വെച്ച് അടിച്ചു, പിശാച് വിചാരിച്ചു അവനെ അങ്ങ് തകർത്ത് കളയാവുന്നു. ഇല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒരു കലക്ക പ്രസംഗം അടിച്ചു. ഞാനത് കേട്ട് എൻ്റെ ചങ്ക് പിടഞ്ഞു പോയി. പിശാച് യേശുവിനെ അടിച്ചോ? ക്രൂശ് മരണത്തിൽ പിശാചിന് പങ്കുണ്ടോ? ആരും മിണ്ടുന്നില്ല. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യേശു ക്രൂശിക്കപ്പെടരുതെന്നായിരുന്നു ആരുടെ ആഗ്രഹം? എന്താ പത്രോസിനകത്തൂടെ കീറിച്ചു പറഞ്ഞ്, നിനക്ക് അങ്ങനെ ഭവിക്കരുത്, അല്ലേ? അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ജനത്തെ ഇളക്കി, തള്ളിയിട്ട് കൊല്ലാൻ ഇളക്കി, പല രീതി യേശുവിനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ എങ്ങും നടന്നില്ല. ക്രൂശിക്കപ്പെടാതിരിക്കാൻ ഒടുവിൽ എന്ത് ചെയ്തു? പിലാത്തോസിന്റെ പെണ്ണും പിള്ളയിലൂടെയും കയറിച്ചു പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഈ ഇടപെടലിന്. ചിലരതിനെ പോസിറ്റീവായിട്ടാണ് പ്രസംഗിക്കുന്നത്, ഞാൻ നെഗറ്റീവായിട്ടാണ് പ്രസംഗിക്കുന്നത്. കാരണം പീലാത്തോസ് അതിൽ ഇടപെടാതിരുന്നാൽ ക്രൂശീകരണം നടക്കത്തില്ല.
പിശാചിന് അതാ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ട് രക്ഷയില്ല. ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ തുടങ്ങി പിശാചിന്റെ പരാജയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, ബൈബിളിന്റെ ആകത്തുക നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞു. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ബൈബിൾ മൊത്തം തെറ്റിപ്പോയി, ചക്ക ചുക്ക കൊള്ളത്തില്ല, ചീത്തയാകട്ടെ പറഞ്ഞു. ഞാൻ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാം. എനിക്ക് ഒന്ന് മാത്രം മതി, ക്രൂശ് മരണം. യേശു ക്രൂശിക്കപ്പെട്ടു, അത്രയും മതി എനിക്ക്. കാരണം യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നിമിഷം എനിക്ക് രക്ഷ ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷിക്കപ്പെടാൻ അത്രയും മതി. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചത് ക്രൂശ് മരണം നീങ്ങിപ്പോകാൻ അല്ല. ക്രൂശ് മരണം നീങ്ങിപ്പോകാനാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെളിയിക്കുകയും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനു വേണ്ടി മെനക്കെട്ടി ഇദ്ദേഹം ഇങ്ങോട്ട് വന്നതെന്നും എല്ലാം വചനാടിസ്ഥാനത്തിൽ തെളിയിക്കണം. എവിടെ വെച്ചാണ് ഈ പേടി തുടങ്ങിയെന്ന് തെളിയിക്കണം. ഇത്യാദി കാര്യങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചാൽ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ തിരുത്താം, കുഴപ്പമൊന്നുമില്ല. പഠിത്തമുള്ളവരൊക്കെ ആണല്ലോ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതും ചോദ്യമായി വന്നു. അതിനും ഇങ്ങനെ മറുപടി കൊടുത്തു. ഇനി മറ്റൊരു കാര്യം അവർ ആക്ഷേപിക്കുന്നത്, ഇസ്ലാമികൾ അവരുടെ ആക്ഷേപത്തിനുള്ള മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അവരോട് എങ്ങനെ നമുക്ക് സുവിശേഷം അവതരിപ്പിക്കാമെന്ന് ഒരു പാർട്ട് കൂടെ പറഞ്ഞ് നിർത്താം. അടുത്ത അവരുടെ ഒരു ആക്ഷേപം പറയുന്നത്, ഒരേ സുവിശേഷങ്ങളിൽ ഒരേ സംഭവം 4 രീതിയിൽ, 4 സുവിശേഷങ്ങളിൽ 4 രീതിയിലാണ് എഴുതിയേക്കുന്നത്. ഒരാൾ പറഞ്ഞു യേശു അത്തിവൃക്ഷത്തെ ശപിച്ചു, തൽക്ഷണം ഉണങ്ങിയെന്ന് മത്തായി, പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണങ്ങിയെന്ന് മർക്കോസ്. കുഴഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മാവിന് തെറ്റുപറ്റുമോ? പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഇത് ഒരു കാര്യം മാത്രമല്ല, ഒത്തിരി സംഭവങ്ങൾ, ഒരേ സംഭവങ്ങൾ 2 രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുക്ക വരുമ്പോൾ അബദ്ധം പറ്റിയെന്നൊന്നും ചിന്തിച്ച് പോയി കളയരുത്. അതുകൊണ്ടായി പറയുന്നേ. അമ്മേ. അപ്പൊ ആ വേദഭാഗം എടുത്ത് പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാകുന്നത് എന്താണെന്നറിയാമോ? അവർ വഴി പോകുമ്പോൾ നിറയെ ഇലകളുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു. അവൻ അതിൽ ഫലം തിരഞ്ഞു ചെന്നു, കണ്ടില്ലതാണ്. അടുത്ത വാക്കാണ് രസം. അത് അത്തിയുടെ കാലം. അമ്മേ, വല്ലതും കയറുന്നുണ്ടോ? ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് എന്ത് തിരക്കി ചെന്നു? അപ്പൊ അതിലെന്തുണ്ട്? ചക്ക ഉണ്ടോ? ഇല്ല. ഉടനെ അതിനെ ശപിച്ചു. ശരിയാണോ? തെറ്റല്ലേ? പിന്നെ ഇവിടെ ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്ക തിരക്കി ചെന്നിട്ട് കണ്ടില്ലെങ്കിൽ പറയാ ഇതിനെ നട്ടു വളർത്തിട്ട് ഒരു ഗുണവും ഇല്ല, ഇതിനെന്തിനായെന്നും പറഞ്ഞ് വെട്ടിക്കളയാ അല്ലേ? രണ്ടും അവിടെ എടുത്തെഴുതിയേക്കുവാ. എന്തുവാ? അവൻ വഴി പോകുമ്പോൾ നിറയെ ഇലകളുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു, അതിൽ ഫലം തിരഞ്ഞു ചെന്നു, കണ്ടില്ല താനും, അത് അത്തിയുടെ കാലം അല്ലായിരുന്നു താനും. ഇത് രണ്ടും അവിടെ എഴുതി വെച്ചേക്കുന്നത്. അയ്യോ, ഇവരൊക്കെ ഇരിപ്പ് കണ്ടിട്ട് അബദ്ധം പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കൈയടിക്കുമ്പോൾ ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ കേട്ടാൽ മതി. ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, എഴുന്നേറ്റ് നിൽക്കുന്നിടം തൊട്ട് ഇരിക്കുന്നിടം വരെ ജനം ഇങ്ങനെ സ്പ്രിങ്ങിലിരിക്കുന്നതാണ് ശുശ്രൂഷയുടെ വിജയം. എവിടെ ഒരു കോട്ടത്തിലോ മനസ്സിലാകാതെ ചുമ്മാ അടിച്ചിട്ട് പോകുക. ഇറങ്ങിയിട്ട് ചോദിക്കണം ഇത് എന്തോ ഞാൻ എന്തോ പറഞ്ഞു, പക്ഷെ ഭയങ്കര ഉണർവായിരുന്നെന്ന് പറഞ്ഞു. സംഗതി എന്തോ പറഞ്ഞെന്നൊന്നും മനസ്സിലാകത്തില്ല. അതിനുവേണ്ടി പറയുന്നുമില്ല. 10 മിനിറ്റ് എന്തെങ്കിലും പറയും, പിന്നെ ഗ്ലാസും ചെക്കി ചവിട്ടി പൊട്ടിച്ച് പ്രാപിച്ചോ പ്രാപിച്ചോ, പോട്ടട്ടെ 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 എന്നല്ലേ കളി നടക്കും. അതുപോലെ അപ്പൊ സംഗതി